വെൽക്കം ബാക്ക് ടു Triplus916. സോ എൻ്റെ ആ ഒരു ചാനൽ ഇതുവരെ എനിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബിക്കോസ് ഓഫ് മൈ ഫോൺ റിക്കവറി ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അതുവരെ ഈ ചാനലിൽ ഞാൻ വീഡിയോസ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും ഞാൻ ഇട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഒലീവ് ക്രിയേഷൻസിൻ്റെ ഒരു വീഡിയോ കണ്ടു. ബ്രോ റിയലി ഹാറ്റ്സ് ഓഫ് യു ബ്രോ, ബിക്കോസ് ഈ ഒരു സന്ദർഭത്തിൽ താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ നല്ലതാണ്. കാരണം താങ്കളും ഈ പറയുന്നവരുടെ വോയിസ് മാനിപ്പുലേഷനിൽ പെട്ടുപോയ ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. ഞാനും അതുപോലെ പെട്ടുപോയ ഒരാളാണ്. കാരണം ഡോക്ടറുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വോയിസ് റെക്കോർഡ് എനിക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന വിവിയുടെ അച്ഛൻ പറയുന്നതായിട്ടാണ്, പക്ഷേ മറ്റൊരാളും പറയുന്നതായിട്ടല്ല. പിന്നെ പൊടിയുടെയൊക്കെ വോയിസ് ഉണ്ടെന്നൊക്കെ എന്നോട് പറയുമെങ്കിലും ഒരെണ്ണം പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പലതവണ ഈ പറയുന്ന വിവിയുടെ ഗ്യാങ്ങിൽ ഞാൻ പോയി ചേർന്ന സമയത്തും വിവിയോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ പണി നോക്ക്, അവർ ഇപ്പം നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നില്ല. പിന്നെ പവർ ബ്രോനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു, അപ്പം ഞാനും ആ ടൈമിൽ പവർ ബ്രോയ്ക്ക് എതിരാണ്. സോ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അയാൾ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞിട്ട് പോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി, ഇതിൻ്റെ പുറകെ എത്ര കാലം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും വിവിക്ക് അത് കേൾക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നില്ല. വിവിക്ക് അപ്പോഴും എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്ത തന്നെ ആയിരുന്നു. പലതവണ വിവി എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഇവനെ ഒന്നുമല്ലാതെയാക്കും സോഷ്യൽ മീഡിയക്കകത്ത്, അതിനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ചേച്ചി കണ്ടോ, ഞാൻ എടുത്തിട്ട് പൊട്ടിക്കും എന്നൊക്കെ പലതവണ വിവി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും വിവിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ട് നിനക്കൊന്നും നേടാൻ കഴിയില്ല എന്ന്. വിവി അന്ന് ഒരു ചേച്ചി എന്നുള്ള നിലയിൽ എൻ്റെ വാക്കുകൾ നീ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നീ വിധിക്കപ്പെടില്ലായിരുന്നു ജനങ്ങൾക്ക് മുമ്പിൽ. നീ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുവാൻ വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുത്തു. എൻ്റെ ചാനലിന് ഒരു സ്ട്രൈക്കും തരാൻ വകുപ്പില്ലാത്ത എൻ്റെ ചാനലിൽ ഒടുവിൽ നീയും പേയാടും കൂടി, നീ പേയാടിന് വേണ്ടി നീ എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചൊരു വീഡിയോ അല്ലേ, എന്താണ് ഒരു മൂവിയുടെ റിവ്യൂ, അതിന് നീ സ്ട്രൈക്ക് തന്നു. ഇന്ന് എനിക്കത് ആലോചിക്കുമ്പോൾ കണ്ണീര് വരുന്നുണ്ടടാ. ഒരു പക്ഷെ അത് സന്തോഷത്തിൻ്റെ കണ്ണീരാവും, എൻ്റെ കണ്ണീര് ദൈവം കണ്ടതിൻ്റെ സന്തോഷമാവും. ഇപ്പോൾ എന്താ പറയുക, റോബിനൊക്കെ സത്യം പറഞ്ഞാൽ പണി കിട്ടിയിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം കണ്ണ് തുറന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ദൈവത്തിന് 100 നന്ദി പറയും. നീ എൻ്റെ ചാനൽ പൂട്ടിച്ച് 3 മാസം തികഞ്ഞില്ല, 90 ദിവസം തികഞ്ഞില്ല, നിനക്ക് പാലും വെള്ളത്തിൽ കിട്ടി. മനസ്സിലായ, പാലും വെള്ളത്തിൽ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നന്മയുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. കാരണം നിന്നോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിൻ്റെയൊക്കെ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ വായടച്ചു വെച്ച് മിണ്ടാതിരുന്നു. പക്ഷെ എന്നെ നിരന്തരം, എന്നെയും എൻ്റെ മകളെയും സോഷ്യൽ മീഡിയയിലിട്ട് നിനക്കു വേണ്ടി ചീത്ത വിളിക്കാത്ത തമ്പുരാൻ എന്ന് പറയുന്ന ചീത്ത വിളിക്കുന്ന തമ്പുരാൻ നിനക്കു വേണ്ടി എന്നെ ഡീഗ്രേഡ് ചെയ്തതിന് ശേഷമാണ് നീയൊക്കെ ചെയ്യാൻ പറഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് സ്ട്രൈക്ക് തന്നു, പേയാടരുത്തെന്ന് പറഞ്ഞ ഫോട്ടോയ്ക്ക് എനിക്ക് സ്ട്രൈക്ക് തന്നു, എല്ലാം തന്ന് നീയൊക്കെ എൻ്റെ ചാനൽ പൂട്ടിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ചാനൽ എനിക്ക് അവിഹിതമുണ്ടാക്കി, ഞാൻ പണം പറ്റിക്കുന്നവളാക്കി. എന്നെ നീയൊക്കെ എന്തൊക്കെ വാരി തേച്ചടാ. എന്നെ നിനക്ക് പറയുക, അന്ന് എന്നെ നീയൊക്കെ ഇട്ട് പറയുമ്പോൾ നിന്റെയും നിന്റെ വിജയരാജിൻ്റെയും കൂടെയുള്ള, അല്ലെങ്കിൽ ചീത്ത വിളിക്കാത്ത തമ്പുരൻ്റെയും കൂടെയുള്ള 4, 3, 7 ആൾക്കാരെ ഉണ്ടായിരുന്നു എനിക്കെതിരെ കമൻ്റ് ഇടാൻ. പക്ഷെ ഇന്ന് നീ സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലും നീ എടുത്ത് നോക്ക്, നിനക്കെതിരെ എത്ര കമൻറ്റുകളാണെന്ന്. പലർക്കുമെതിരെ സോഷ്യൽ മീഡിയക്കകത്ത് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും അഴിച്ചുവിട്ട നീ ഇന്ന് അനുഭവിക്കുന്നത് എന്താണ്? നിനക്കെതിരെ ഇത് ആരും അഴിച്ചുവിട്ടതല്ല, നീ ചെയ്തതിൻ്റെ കർമ്മഫലം നീ അനുഭവിക്കുന്നതാണ്. മനസ്സിലായോ? ഈ ഒലിവ് ബ്രോ ചെയ്ത വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരം പല വോയിസ് ക്ലിപ്പുകൾ പലരുടെയും കയ്യിലുണ്ടാകും, നിന്റെയും ജീവിതം തകർക്കുവാൻ, അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നവരുടെയും ജീവിതം തകർക്കുവാൻ. അത് തന്നെ ഞാനും പറയുന്നു, എൻ്റെ കയ്യിലുമുണ്ട്. നിനക്കും ഈ പറയുന്ന ചീത്ത വിളിക്കാത്തവനും ഇപ്പറയുന്ന ഒരു അമ്മച്ചി വ്ളോഗിനും അത് മാത്രമല്ല വിജിരാജിനും എതിരെയുള്ള എത്ര വോയിസ് ക്ലിപ്പുകൾ വേണമെങ്കിലും എൻ്റെ കൈക്കകത്തുണ്ട്. പക്ഷേ ഡോക്ടർ ഫാമിലിയിൽ നിന്ന് നിനക്കെതിരെ കേസ് കൊടുക്കുവാൻ വേണ്ടി, വിജിരാജിനെതിരെ കേസ് കൊടുക്കുവാൻ വേണ്ടി 2 വ്യക്തികൾ എന്നെ സമീപിച്ച് ആ വോയിസ് ക്ലിപ്പുകൾ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഒന്ന് ഷാഹുലും ഒന്ന് മറ്റൊരു പെൺകുട്ടി. 2 പേരും സമീപിച്ചിട്ട് ഞാൻ ആ വോയിസ് ക്ലിപ്പുകൾ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞതില്ല, അത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നും ഞാൻ വിചാരിച്ച എനിക്ക് പുറത്തിടാൻ പറ്റും. പക്ഷേ ഒലിവ് ബ്രോ പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിലായോ? മനുഷ്യത്വം, മാനുഷിക പരിഗണന, ഉള്ളിൽ നന്മ, ഇതുള്ളവർക്ക് ഒരിക്കലും അതൊന്നും ചെയ്യാൻ കഴിയില്ല. നീയൊക്കെ എന്നെ ഡീഗ്രേഡ് ചെയ്തതിന് ഞാൻ ഇതൊക്കെ എടുത്ത് പുറത്തിടേണ്ടതാണ്. നീയൊക്കെ വില പറഞ്ഞ് വിറ്റതുപോലെ ഞെരിക്ക് വില പറഞ്ഞ് വിൽക്കാൻ കഴിയുമായിരുന്നു. നീ ജിനൂസിനെ കുറ്റം പറയുന്ന ഓഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ.
നീ തനൂജയെ പറയുന്നതുണ്ട്, നീ തനൂജയുടെ കുഞ്ഞിനെ പറയുന്നതുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലും ഉണ്ടടാ. എന്നിട്ടും ഞാനത് ചെയ്യാതിരുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം വെച്ചത്. നിന്നെ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതി. പിന്നെ എനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത്, ഒരു ചെറിയ ചാനൽ ആയിക്കോട്ടെ, സബ് എത്രയും നോക്കണ്ട, വ്യൂസ് എത്രയും നോക്കണ്ട, അവർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനെക്കുറിച്ച് ഒരു വിചിന്തനം നടത്തുക. അതില്ലാതെ ഞങ്ങൾ 50,000 സബുള്ളവർ പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്നുണ്ടെങ്കിൽ, ഇന്ന് സാൻഡ്രിയാക്സ് പറഞ്ഞപ്പോൾ വിശ്വസിച്ച കാര്യം ഞാനും പവർ എന്ന് പറയുന്ന വ്യക്തിയും കഴിഞ്ഞ 1 ഇയറായി കടന്നു കുരയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇവർ വോയിസ് റെക്കോർഡുകാരാണ്, ഇവർ വോയിസ് വിൽക്കുന്നവരാണ് എന്നുള്ള പലതും ഞാനും ഈ പവറും കഴിഞ്ഞ 4 മാസമായി ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് പറയുന്നതാണ്. പറഞ്ഞിട്ടും നിങ്ങളുടെ ആരുടെയും ചെവികളിൽ കയറിയില്ല. കാരണം ഞങ്ങൾ കുഞ്ഞു ചാനലുകളായി പോയല്ലോ, ഞങ്ങൾക്ക് ഫാൻസ് കുറവാണല്ലോ. അതുകൊണ്ട് മാത്രം ചാനൽ ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരാൾക്ക് നേരിട്ട അനുഭവം അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ, തനിക്കെതിരെ വരുന്ന എല്ലാ ഡീഗ്രേഡിങ്ങും അവഗണിച്ചുകൊണ്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് മുന്നിൽ കാല് പിടിക്കാൻ പോകാതെ സ്ട്രൈക്കല്ല എന്ത് പുണ്ണാക്ക് തന്നാലും പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് സത്യവും ന്യായവും ധർമ്മവും ഉണ്ടെന്നർത്ഥം. സത്യവും ന്യായവും ധർമ്മവുമുള്ള ഭാഗം ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുക തന്നെ ചെയ്യും. വിവി ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാകും, ദുഷ്ടന ദൈവം പന പോലെ വളർത്തും. പക്ഷേ ഏറ്റവും ഉയരത്തിൽ നിന്നായിരിക്കും അവനെ താഴെ ഇടുന്നത്. ആ വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരിക്കും. ഇന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വിറ്റ് നീ ഉണ്ടാക്കിയ പണം, നീ ഉണ്ടാക്കിയ ഫെയിം കണ്ടില്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത്. ഇതാണടാ കർമ്മ, ഇതാണടാ ദൈവം തരുന്നത്. ഇപ്പോഴും നിന്നോട് എനിക്ക് വിരോധമില്ല, മറിച്ച് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എനിക്കൊരു കുഞ്ഞനിയനെ പോലെയാണെന്ന്. റോബിനെ കഴിഞ്ഞ് ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന്. ആ എന്നെ വരെ ചതിച്ചവനാണ് നീ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, ഇല്ലാന്ന് നിനക്ക് പറയാൻ കഴിയുമോ? റോബിനെ കഴിഞ്ഞ് എൻ്റെ ഒരു അനിയനെ പോലെ, ഷമീറിനെ കഴിഞ്ഞ് എൻ്റെ ഒരു അനിയനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചവളാണെന്ന്. ആ എനിക്കിട്ട് നീ പണിതു. നിന്നോട് ഞാൻ കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിരുന്നു. നിന്നിലൊക്കെ നിന്ന് ഞാൻ പുറത്തിറങ്ങിപ്പോയപ്പോഴും നിനക്കെതിരെയൊന്നും ഞാൻ ശബ്ദിച്ചിട്ടില്ല. അണ്ടിൽ ചീത്ത വിളിക്കാത്ത തമ്പുരാൻ എന്ന് പറയുന്നവൻ എൻ്റെ മകളെ സോഷ്യൽ മീഡിയയിൽ വലിച്ചിടും വരെ. അതിനുശേഷമാണ് ഞാൻ നിങ്ങൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയത്, നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. കാരണം എല്ലാവരെയും പോലെ ഒരു വോയിസ് ക്ലിപ്പിനോ 4 ഭീഷണിക്കോ ഭയന്ന് മൂലയിൽ ഒതുങ്ങിയിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അന്നും ഇന്നും തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിൽ ഞാൻ തലതാണ് കൊടുക്കാൻ എനിക്ക് കഴിയത്തുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിമിഷം സനുവല്ല റെയിൽവേ ട്രാക്കിനും തലവെക്കും, അല്ലാതെ ഒരുത്തൻ്റെ മുന്നിൽ മടിപണിഞ്ഞ് പോവത്തില്ല. എന്തായാലും എൻ്റെ കണ്ണുനീരിന് റോബിന് പോലും 1.5 വർഷം ഡീഗ്രേഡ് അനുഭവിച്ചതിന് ശേഷമാണ് ഇന്നൊരു ഒരു വെടിവുണ്ടായത്, ഒരു തെളിവുണ്ടായത്. പക്ഷെ എനിക്ക്, നീ എൻ്റെ ചാനൽ കൂട്ടി 3 മാസമായില്ലടാ. നീ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അനുഭവിക്കുന്നില്ലേ? അന്ന് നീ എന്നെ ഇട്ട് സൈബർ ബുള്ളിങ് നടത്തുമ്പോൾ നീയും നിന്റെ കൂട്ടുകാരും കൂടി, നിങ്ങൾ എത്ര ചാനലാണ്? നീ, വിജിരാജ്, CVT അല്ലേ, എത്ര ചാനല്? ഇനി ഒരുത്തിയുണ്ട്, ഒരു ബട്ടർഫ്ലൈ, പിന്നെ ഒരു അമ്മ വ്ളോഗ്. നീയൊക്കെ എത്ര പേര് എന്നെ എടുത്തിട്ട് പറയുമ്പോൾ 4, 3, 7 ആൾക്കാർ എനിക്കെതിരെ കമൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയാതെ, ഇതൊക്കെ നിങ്ങൾ പരസ്പരം ഫോൺ വിളിച്ച് പറഞ്ഞു ചെയ്തത്, ഇന്ന് ഞാൻ പറയാതെ, റോബിൻ പറയാതെ എത്ര ചാനലുകളാണ് നിനക്കെതിരെ വീഡിയോ ചെയ്യുന്നത്? ആ ചാനലുകൾക്ക് താഴെ അന്ന് 4+3 7 കമൻറ്റ് ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഓരോ വീഡിയോയുടെ താഴെയും, ഓരോരുത്തർ ചെയ്യുന്ന വീഡിയോയുടെ താഴെയും 100ൽ 99 കമൻറ്റും നിനക്കെതിരാണ്. സൈബർ ബുള്ളിങ് എന്താണെന്നും സൈബർ അറ്റാക്ക് എന്താണെന്നും ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്. അടുത്തവൻ്റെ ചോര ഊറ്റി കുടിച്ച് ജീവിക്കാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്ക്, കണ്ടന്റ് ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ, നോ പ്രോബ്ലം. ബട്ട് അത് അടുത്തവൻ്റെ ജീവിതത്തെ വിട്ടിട്ടാവരുത്, അടുത്തവൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടാവരുത്, ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടാവരുത്. എല്ലാവർക്കും എന്നെപ്പോലെയോ ജാസ്മിനെ പോലെയോ റോബിനെ പോലെയോ മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം എന്നില്ല. നീയൊക്കെ പൂട്ടിയ മറ്റൊരു സ്ത്രീയാണ് മായ ചേച്ചി, അല്ലേ? ഓരോന്നായി ഇനി പുറത്ത് വരട്ടെ, കാത്തിരിക്കും നീയൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ്, ഐ എം റിയലി ഹാപ്പി ഇങ്ങനെ ഓരോരുത്തരായിട്ട് വീഡിയോ ചെയ്യുന്നതിൽ. എല്ലാവർക്കും ഇനി ഈ പറയുന്ന മുഖങ്ങളെ, കേരളത്തിൽ മുഴുവൻ ഈ പറയുന്ന 2 മുഖങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് ഏകദേശം വ്യക്തമായിട്ടുണ്ടാകും. എല്ലാവരും ഈ വീഡിയോസ് ചെയ്യണം. ഇത് ഇവരെ ഡീഗ്രേഡ് ചെയ്യാനല്ല,
മറിച്ച് ഇവരെന്ന സാമൂഹിക വിപത്തിൻ്റെ മുഖം സോഷ്യൽ മീഡിയക്കകത്ത് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി മാത്രം. ദൈവത്തിന് സ്തുതി. കാരണം എൻ്റെ ചാനൽ പൂട്ടുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, അറ്റ്ലീസ്റ്റ് 10,000 ആളുകളിലേക്ക് നിന്റെ കപടമുഖം വലിച്ചു കീറുവാൻ എനിക്ക് കഴിഞ്ഞാൽ അവിടെ ഞാൻ സന്തോഷപ്പെടുമെന്ന്. ഇന്ന് എന്നിലൂടെ അല്ലെങ്കിലും മറ്റു പലരിലൂടെയും 10,000 പേരിലേക്കല്ല, ലക്ഷത്തോളം ആളുകളിലേക്ക് നീ എന്ന നാറിയുടെ മുഖം കൊണ്ടെത്തിക്കാൻ, നീ എന്ന ചതിയൻ്റെ മുഖം കൊണ്ടെത്തിക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി വിവി, നീ നിന്നെ ഓർത്തൊന്ന് സഹതപിക്ക്. കാരണം നീ നല്ലൊരു ഫ്രണ്ടല്ല, നിന്റെ അമ്മയ്ക്ക് നീ നല്ലൊരു മകനല്ല, നിന്റെ സഹോദരിക്ക് നീ നല്ലൊരു സഹോദരനല്ല, നിന്റെ കാമുകിക്ക് നീ നല്ലൊരു കാമുകനുമല്ല. കാരണം ഈ 4-ൽ ഏതെങ്കിലും ഒരാൾക്ക് നീ നല്ലവനായിരിക്കണമെങ്കിൽ ആദ്യം നീ നിന്നിൽ നന്മയുള്ളവനായിരിക്കണം. അതില്ലാത്തിടത്തോളം കാലം ഈ 4 പേർക്കും യോജിച്ചവനല്ല നീ. എന്തായാലും ഇനിയുള്ള നിന്റെ ജീവിതത്തിലെങ്കിലും മുട്ടിപ്പായി നിന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ നോക്ക്. അപ്പോൾ വീണ്ടും കാണാം ഗൈസ് അടുത്ത വീഡിയോയിലൂടെ. അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം 916.